ഹലോ, ഞാൻ സീതയാണേ. നമ്മൾ വസ്ത്രങ്ങളൊക്കെ അലക്കുമ്പോൾ അതിൻ്റെ ഈ ബാഡ് സ്മെല്ലിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യാറില്ലേ? കംഫർട്ട് എന്നാണ് അതിനെ പോപ്പുലറായിട്ട് നമ്മളൊക്കെ പറയാറുള്ളത്. അതിപ്പോൾ വെളിയിൽ വാങ്ങുമ്പോൾ അത് 250 രൂപയൊക്കെ വിലയുണ്ട് ഇപ്പോൾ ഇല്ലേ? അപ്പോൾ അതിനെ വളരെ തുച്ഛമായ വിലയ്ക്ക് നമ്മളൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് 3 ലിറ്ററിൻ്റെ ഒരു കിറ്റിൻ്റെ അതിൻ്റെ കണ്ടീഷനിങ് വാക്സാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എംറ്റി ചെയ്യുന്നത്. അത് ആ 3 ലിറ്ററിൻ്റെ കണ്ടീഷനിങ് വാക്സിന് വേണ്ടിയിട്ട് ഞാൻ 3 ലിറ്റർ വെള്ളം അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മിക്സിലേക്ക് ആ 3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് എന്നിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ അത് അത്ര പെട്ടെന്നൊന്നും അലിഞ്ഞ് ചേരില്ല കേട്ടോ. എന്നാലും ഇളക്കി അത് പിന്നെ അത് നന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കണം. അത് തിളയ്ക്കണ വരെ ആവുമ്പോഴേ അത് ശരിക്കും അത് ആവുന്നുള്ളൂ കേട്ടോ. ഉണ്ടോ, ഞാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നവരെ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതുണ്ടല്ലോ ഒരു 9 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഇത് ഫുള്ളായിട്ട് ഇത് ചൂടാറി കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുത്തു വെക്കണം കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഞാൻ കംഫർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഇന്ന് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ സ്ക്രീനിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ കിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇഷ്ടമായവരൊക്കെ ഒന്ന് നമ്പറിൽ നോക്കിയിട്ട് അത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ. ഇനി ഇപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അതിനെ വേറൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ വേറെ കെമിക്കൽ റിയാക്ഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടെയ്നർ മാറ്റിയത് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ കിറ്റിൽ വരുന്നത് തന്നെയാണ് കേട്ടോ, നമ്മളൊന്നും ചെയ്യാനില്ല. ആ പ്രിസർവേറ്റീവ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിൽ ഞാൻ ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ലാവൻഡർ ഓയിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും അതിൽ ആഡ് ചെയ്യുമ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട് മൊത്തം കംഫർട്ടിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നല്ലൊരു സ്മെല്ലാണ്. അതും കൂടി നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം 3 ലിറ്ററിനുള്ളിലുള്ള അതിന് തക്കതായ ലാവൻഡറും എല്ലാമാണ് അവർ തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇത് 2-3 കളറിൽ നമുക്ക് കംഫർട്ട് അവൈലബിൾ ആണല്ലോ, ബ്ലൂ, ഗ്രീൻ, പിങ്ക്. അപ്പം അങ്ങനെ ഞാനൊരു ബ്ലൂ കളറാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കൈയെല്ലാം വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ബ്ലൂവും കൂടിയും കളറാക്കി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കംഫർട്ട് റെഡിയായി. ഇനി നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ബോട്ടിലുകളിൽ നിറച്ച് വയ്ക്കാം. ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേമാതിരി ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ കൊടുത്ത നമ്പറിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നോക്കിയിട്ട് അവരുടെ നിന്നും മേടിച്ച് ഉണ്ടാക്കി നോക്കുക. വളരെ ഗുണമാണ്. 200 രൂപയ്ക്ക് നമുക്ക് 3 ലിറ്റർ കംഫർട്ട് കിട്ടും. അപ്പം ഈസിയല്ലേ, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. 1/2 മണിക്കൂർ. ഓക്കെ, താങ്ക് യു.